ലഗേജൊക്കെ ഹോട്ടലിൽ വെച്ചിട്ട് ഞങ്ങളൊന്ന് ലൈറ്റായിട്ട് ഫുഡ് അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. നാളത്തെ കാര്യങ്ങളും പ്ലാൻ ചെയ്യണം. ഇവിടെ ഓട്ടോയിൽ ഞങ്ങൾ എത്രയോ പേയ്മെൻറ്റ് ചെയ്താൽ ഒരു ഡേ ഫുള്ളായിട്ട് അവർ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നതാണ് പറഞ്ഞത്. അതൊക്കെ സെറ്റാക്കി. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം മഴ കിട്ടി. ഇതാണോടാ നീ ഉദ്ദേശിച്ച ചിറാപ്പൂഞ്ചി മഴയത്ത്? അബുദാബിന്ന് പോകുമ്പോൾ തന്നെ അവൻ ചിറാപുഞ്ചിയിൽ റീലെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചെത്തി. നല്ലൊരു ഉറക്കം കഴിഞ്ഞു. ട്രെയിനിൽ വരുന്ന ആൾക്കാരെ വിളിച്ചു ചോദിച്ചപ്പോൾ ഇനി ഒരു 3-4 മണിക്കൂർ എടുക്കുമെന്നും പറഞ്ഞു. അപ്പോൾ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്ക് ഇതാ വന്ദേ ഭാരതും പെട്ടിയും കിടക്കിയുമായിട്ട് വന്നു. 3 ആൾക്കാരും 30 പെട്ടിയായിരുന്നു അവരുടെ കണക്ക്. ആർക്കും വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. 3-4 മാസം കഴിഞ്ഞ് കാണുന്നുണ്ടായിരിക്കും. പക്ഷെ അക്കുന് മൊത്തത്തിൽ കിളിപോയ ഒരവസ്ഥയായിരുന്നു. ആദ്യമൊക്കെ കണ്ടപ്പോൾ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ ഉള്ളൊരു സ്ഥലം അറിയേണ്ട പ്രശ്നവും അവനുണ്ടായിരുന്നു. ഇനി കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്. കുറേ വർത്തമാനം പറയാനും ഉണ്ട്. അടുത്ത വീഡിയോ കാണാം.